ഫാൻസിൻ്റെ അടിത്തറ മാത്രമല്ല, കാരണം വിജയ് മുന്നോട്ട് വെച്ച ആശയം ഇപ്പോൾ മറ്റുള്ള രാഷ്ട്രീയ ദ്രാവിഡ നേരത്തെ പറഞ്ഞ ദ്രാവിഡ പാർട്ടികളാണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം. ഇപ്പോൾ ADMK ആയാലും DMK ആയാലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച കുറേ ആശയങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കമലഹാസൻ രാഷ്ട്രീയ പാർട്ടി തുടങ്ങി, പക്ഷെ അത് വിജയിച്ചില്ല. അപ്പോൾ ഫാൻസ് മാത്രമല്ല, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ജനങ്ങൾ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അതുമാത്രമല്ല, കൊച്ചു കുട്ടികൾ മുതൽ വരും തലമുറയിൽപ്പെട്ട കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ 2 വർഷമായിട്ട് തമിഴ്നാട് ഓരോ സ്ഥലങ്ങളിലും കേന്ദ്രീകരിച്ച് നടത്തിയത്. അതിൻ്റെ ഫലമാണ് തമിഴ്നാട്ടിൽ കണ്ടത്. കേരളത്തിലെ 3 മുന്നണികൾ, ഇപ്പോൾ BJP, കോൺഗ്രസ്, CPM, ഇതിലൊക്കെ ആൾക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു വരികയാണ്. പിന്നെ ആം ആദ്മി പാർട്ടിയെ മാതിരിയല്ല കേരളത്തിൽ TVKയ്ക്ക് അടിസ്ഥാനമുണ്ട്. ഇപ്പോൾ വിജയ് ഫാൻസ് എന്ന് പറഞ്ഞു, ആ ഫാൻസ് കേരളത്തിൽ എല്ലാ ജില്ലകളിലും അവരുടെ പ്രവർത്തനം സജീവമാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർ, അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇതിലേക്ക് ആകർഷിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിജയിയുടെ പ്രവർത്തനം, അല്ലെങ്കിൽ ഈ പാർട്ടി TVK എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഒരു പാർട്ടി ഇത്രയോളം സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് തമിഴ്നാട്ടിൻ്റെ മണ്ണിൽ വേറെ ഉറപ്പിച്ചെങ്കിൽ, പക്ഷേ 39ഓളം ജില്ലകളുള്ളൊരു സ്റ്റേറ്റാണ് തമിഴ്നാട്. കേരളത്തിൽ 14 ജില്ലകൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ അതിലും ഭൂരിപക്ഷത്തോടു കൂടി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുറഞ്ഞതൊരു 10-20ഓളം MLA-മാരെ സൃഷ്ടിക്കാൻ TVKയ്ക്ക് കഴിയും? തമിഴ്നാട്ടിൽ ദ്രാവിഡ മണ്ണാണ്. DMK എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് കണക്കിന് AIDMK. അതിനെ വെട്ടിമാറ്റിക്കൊണ്ട് 2 വർഷമായി പ്രവർത്തനം തുടങ്ങിയ ഒരു പാർട്ടി, ചെറിയ പാർട്ടി, 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ പാർട്ടി, അവിടുത്തെ ഓട്ടോ തൊഴിലാളികളെയും കർഷകരെയും വളരെ സാധാരണക്കാരായിട്ടുള്ള അവിടുത്തെ MLA-മാരെ നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം, വളരെ സാധാരണക്കാരാണ്. അവർക്കൊന്നും വലിയ രാഷ്ട്രീയ പരിചയമുള്ള ആൾക്കാരല്ല. അവരെ മുൻനിർത്തി ഒരു വലിയൊരു ആശയം ജനങ്ങളിലേക്ക് കൊടുത്തപ്പോൾ തമിഴ്നാട് ജനത അത് ഏറ്റെടുത്തെങ്കിൽ തീർച്ചയായിട്ടും പ്രബുദ്ധ കേരളം വിജയിയെയും ആ പ്രസ്ഥാനത്തെയും ഏറ്റെടുക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. പരമ്പരാഗത ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികളെ നിലംപരിച്ചാക്കി തമിഴ്നാട്ടിൽ അധികാരം പിടിച്ച വെള്ളിത്തിരയിലെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം ഇളയ ദളപതി വിജയുടെ TVK എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കേരളത്തിലെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ശ്രീ സതീഷ് തോന്നക്കലാണ് നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം. അപ്രതീക്ഷിതമായാണ് തമിഴ്നാട്ടിൽ വിജയുടെ എൻട്രി. അവിടെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ DMKയും AIDMK എല്ലാം മലർത്തിയടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വിജയ് കടന്നു വരുന്നത്. തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയ ഒരു ഓളത്തിൻ്റെ ബാക്കി പത്രമാണോ കേരളത്തിൽ TVK ലക്ഷ്യമിടുന്നത്? തീർച്ചയായിട്ടും. തമിഴ്നാട്ടിൽ ഏകദേശം 2 വർഷം അല്ലെങ്കിൽ 2 വയസ്സേ ആയിട്ടുള്ളൂ വിജയുടെ പാർട്ടിക്ക്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ കേരളത്തിൽ അതിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി എന്നെ നിർദ്ദേശിച്ചത്. വളരെ നമ്മൾ ജൂൺ പകുതിയോടുകൂടി കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങാനുള്ള ആരംഭത്തിലാണ്. ഏത് രൂപത്തിലാണ് കേരളത്തിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ? കേരളത്തിൽ നമ്മൾ 14 ജില്ലയിലും ജില്ലാ ആസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ട്, ജില്ലാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ശരിക്കും ചാരിറ്റിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടായിരിക്കും ഈ പാർട്ടി കേരളത്തിൽ പ്രവർത്തനം തുടങ്ങുന്നത്. വിജയ് ഫാൻസിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, തമിഴ്നാട്ടിലെമ്പാടും ചാരിറ്റി പ്രവർത്തനങ്ങൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുക, ആശുപത്രികളിൽ ഭക്ഷണ വിതരണം, ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയാണ് വിജയ് ഫാൻസ് കഴിഞ്ഞ 20 വർഷമായി തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫാൻസിൻ്റെ ഒരു അടിത്തറയാണോ തമിഴ്നാട്ടിൽ വിജയ്ക്ക് അധികാരത്തിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം? ഫാൻസിൻ്റെ അടിത്തറ മാത്രമല്ല, കാരണം വിജയ് മുന്നോട്ട് വെച്ച ആശയം ഇപ്പോൾ മറ്റുള്ള രാഷ്ട്രീയ ദ്രാവിഡ നേരത്തെ പറഞ്ഞ ദ്രാവിഡ പാർട്ടികളാണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം. ഇപ്പോൾ ADMK ആയാലും DMK ആയാലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച കുറേ ആശയങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കമലഹാസൻ രാഷ്ട്രീയ പാർട്ടി തുടങ്ങി, പക്ഷെ അത് വിജയിച്ചില്ല. അപ്പോൾ ഫാൻസ് മാത്രമല്ല, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ജനങ്ങൾ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അതുമാത്രമല്ല, കൊച്ചു കുട്ടികൾ മുതൽ വരും തലമുറയിൽപ്പെട്ട കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ 2 വർഷമായിട്ട് തമിഴ്നാട് ഓരോ സ്ഥലങ്ങളിലും കേന്ദ്രീകരിച്ച് നടത്തിയത്. അതിൻ്റെ ഫലമാണ് തമിഴ്നാട്ടിൽ കണ്ടത്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലടക്കം കൈവച്ച ഒരു വ്യക്തിത്വമാണ്. തങ്ങളുടെ സാമൂഹ്യ മാധ്യമ ഫേസ്ബുക്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യം കൂടിയാണ് കുട്ടനാട് കേന്ദ്രീകരിച്ച് തങ്ങൾ നടത്തിയ പ്രവർത്തനം. ഇനി ആ പ്രവർത്തനം കേരളത്തിലെമ്പാടും വ്യാപിപ്പിക്കാനും ആണോ തീരുമാനം? കേരളത്തിൽ നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം കേരളത്തിൽ എല്ലാ ജില്ലകളിലും നടത്താനാണ് തീരുമാനം. TVKയുടെ പേരിൽ തന്നെയായിരിക്കും ആ പ്രവർത്തനം നടക്കുന്നത്. പിന്നെ അതുപോലെ ഇപ്പം വിജയിയുടെ ഫാൻസ് എല്ലാ ജില്ലകളിലും അവരുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു വലിയ ഒരു മൂവ്മെൻ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം,
പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടികൾ, അത് ഒരു കോൺഗ്രസും BJP, അതോടൊപ്പം CPM പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടെ ഒരു തരംഗം സൃഷ്ടിച്ച് രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. പുതുതായി കടന്നു വരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ സ്ഥാനമൊന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തില്ല. നമുക്ക് ഉദാഹരണം എടുത്ത് പരിശോധിച്ചാൽ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഭരണം പിടിച്ചപ്പോൾ കേരളത്തിലെ ചില പ്രമുഖ വ്യക്തിത്വങ്ങളുടെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി രൂപീകരിച്ചെങ്കിലും അത് കാര്യമായ ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കേരളത്തിൽ വലിയൊരു മുന്നേറ്റം തീർക്കാൻ കഴിഞ്ഞില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് TVK കേരളത്തിലേക്ക് ഒരു എൻട്രി ആഗ്രഹിച്ചുകൊണ്ട് താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ മറികടന്ന് ഒരു ഓളം സൃഷ്ടിക്കാൻ TVKക്ക് കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. നമുക്കറിയാം കേരളത്തിലെ 3 മുന്നണികൾ, ഇപ്പോൾ BJP, കോൺഗ്രസ്, CPM, ഇതിലൊക്കെ ആൾക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു വരികയാണ്. പിന്നെ ആം ആദ്മി പാർട്ടിയെ മാതിരിയല്ല കേരളത്തിൽ TVKക്ക് അടിസ്ഥാനമുണ്ട്. ഇപ്പോൾ വിജയ് ഫാൻസ് എന്ന് പറഞ്ഞു, ആ ഫാൻസ് കേരളത്തിൽ എല്ലാ ജില്ലകളിലും അവരുടെ പ്രവർത്തനം സജീവമാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർ, അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇതിലേക്ക് ആകർഷിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിജയിയുടെ പ്രവർത്തനം, അല്ലെങ്കിൽ ഈ പാർട്ടി TVK എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. TVKയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് മാതൃകയിൽ തന്നെ ആണോ തുടക്കം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് ചാരിറ്റി വർക്കിലൂടെ തന്നെ മുന്നോട്ട് പോകാനാണോ കേരളത്തിലും ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ തന്നെയായിരിക്കും നമ്മൾ കേരളത്തിൽ TVKയുടെ പ്രവർത്തനം തുടങ്ങുന്നത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കൊണ്ട്, തിരുവനന്തപുരം, എറണാകുളം 2 സ്ഥലം കേന്ദ്രീകരിച്ച് ഓഫീസ് എടുത്തിട്ട് അവിടെ കേന്ദ്രീകരിച്ച് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ്. 14 ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങൾ ഏറ്റെടുത്ത്, ജില്ലയിൽ ഓഫീസുകൾ എടുത്ത് ആ സ്ഥലങ്ങളിൽ അവർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ചാരിറ്റി മറ്റുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി ജനങ്ങളെ ഇതിലേക്ക് ആകർഷിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്. നേരത്തെ NCP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിത്വമാണ് താങ്കൾ. ദേശീയ നേതൃത്വ നിരയിലടക്കം പ്രവർത്തന പരിചയമുള്ള ഒരാളാണ്. ആ രൂപത്തിൽ അത്ര എളുപ്പത്തിൽ കേരളത്തിൽ TVKയെ വേരുപിടിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. NCP എന്ന് പറഞ്ഞ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു ഞാൻ. എനിക്ക് തോന്നുന്നു അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് കേരളത്തിൽ TVKയെ വളർത്തിയെടുക്കാൻ കഴിയും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത്, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ ഈ പാർട്ടിയെ ആകർഷിച്ച്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വിജയി ചെയ്യുന്ന ഇപ്പോൾ തന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ, ഇപ്പം മദ്യശാലകൾ പൂട്ടിയത് ഉൾപ്പെടെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ, ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല? നമുക്കറിയാം, ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും ആദ്യം കുറേ മന്ത്രിസഭ വന്നാലും ആദ്യത്തെ കുറച്ച് ദിവസം വളരെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരാശയം മുന്നിൽ വെച്ചുകൊണ്ട്, ആശയം ജനങ്ങളുടെ ഇടയിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടി തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഓട്ടോറിക്ഷയിൽ കയറാൻ ആളില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളടക്കം മുന്നണി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് ഒന്നുകിൽ UDFൽ അല്ലെങ്കിൽ LDFൽ, ഇപ്പോൾ NDA കൂടി ശക്തി അറിഞ്ഞത്, അങ്ങനെയാണ് അവർ MLA മാരെ സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ MP മാരെയൊക്കെ സൃഷ്ടിക്കുന്നത്. ഈ TVK ഒരു മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കാനാണോ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ സ്വതന്ത്രമായി ഒരു തമിഴ്നാട്ടിലൊക്കെ പ്രവർത്തിച്ചതുപോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി മുന്നോട്ട് പോകാനാണോ കേരളത്തിൽ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ സ്വതന്ത്രമായിട്ട് നിന്ന് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ TVK ഇപ്പം ലക്ഷ്യം വയ്ക്കുന്നത്. ഇനി നാളെ എന്താണ് അതിൻ്റെ ഭാവി തീരുമാനമെന്നിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ തീരുമാനിക്കുന്നത് ചെന്നൈ ബേസ് ചെയ്തായിരിക്കും, അതിൻ്റെ നേതൃനിരയിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അത് ആ സമയത്ത് അതാത് സമയങ്ങളിൽ വരുന്ന നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോൾ എന്തായാലും സ്വതന്ത്രമായിട്ട് ഈ സംഘടനയെ വളർത്തിയെടുക്കാനുള്ള തീരുമാനത്തിലാണ്. ഈ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് കേരളത്തിലെ TVKയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ എത്തുമോ? തീർച്ചയായിട്ടും. അദ്ദേഹം ജൂലൈ ലാസ്റ്റോടുകൂടി നമ്മളൊരു വലിയൊരു മൂവ്മെൻറ്റ് തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അതിൽ തീർച്ചയായും അദ്ദേഹം പങ്കെടുക്കും. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സിനിമാ താരങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാർ അടക്കം പറയുന്നത്. കേരളത്തിൻ്റെ എക്കാലത്തെയും മികച്ച സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായിരുന്ന പ്രേം നസീർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. അതിൽ ഒരു രാഷ്ട്രീയത്തിൽ എത്തി ശോഭിക്കാൻ കഴിയുന്ന സുരേഷ് ഗോപിക്ക് മാത്രമാണ്. മറ്റ് ജഗദീഷ് മത്സരിച്ച് പരാജയപ്പെട്ടു. ഗണേഷ് കുമാർ പിന്നെ സിനിമാ താരമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കേരളത്തിലെ സിനിമാ താരങ്ങളൊന്നും വലിയ രൂപത്തിൽ പ്രോത്സാഹിപ്പിക്കാത്ത ജനങ്ങളാണ് കേരളത്തിലുള്ളത്. നമ്മൾ തന്നെ നമ്മളെ വിശേഷിപ്പിക്കുന്ന പ്രബുദ്ധരായ ആളുകളാണെന്നാണ്. അത്തരമൊരു ജനതയ്ക്ക് കീഴിൽ വിജയെ പോലുള്ളൊരു വെള്ളിത്തിരയിലെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രമായ വിജയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ ഒരു വ്യക്തമായ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം വിജയ് എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ എന്നതിലുപരി അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെയാണ് ജനങ്ങൾ അവിടെ അംഗീകരിച്ചത്. ഇപ്പം തമിഴ്നാട് എന്ന് വെച്ചാൽ DMKയും ADMK എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ 2 പാർട്ടിയാണ്, ദ്രാവിഡ കക്ഷികളാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഒരു പാർട്ടി ഇത്രോളം സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് തമിഴ്നാട്ടിൻ്റെ മണ്ണിൽ വേറെ ഉറപ്പിച്ചെങ്കിൽ, പക്ഷേ 39ഓളം ജില്ലകളുള്ളൊരു സ്റ്റേറ്റാണ് തമിഴ്നാട്.
കേരളത്തിൽ 14 ജില്ലകൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ അതിലും ഭൂരിപക്ഷത്തോടു കൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞതൊരു 10-20ഓളം MLA-മാരെ സൃഷ്ടിക്കാൻ TVKക്ക് കഴിയും? അതായത് കേരളത്തിൽ 20 MLA-മാരെ 5 വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20 MLA-മാരെ ഏറ്റവും ചുരുങ്ങിയ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് തീർച്ചയായിട്ടും. അത് മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ലാതെ തനിച്ച് എന്താണ് ഈ ആത്മവിശ്വാസത്തിന്റെ ബലം? ഞാൻ നേരത്തെ പറഞ്ഞത് ചാരിറ്റി. ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം ചാരിറ്റിയിൽ ഒരുപാട് ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കറിയാം, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അവർ തിരിച്ച് നമ്മളെ സഹായിക്കും. അതിന് ഒരു സംശയവും വേണ്ട. TVK തമിഴ്നാട്ടിൽ നടത്തിയ 2 വർഷം കൊണ്ട് നടത്തിയത് നമുക്കിവിടെ 5 വർഷം കൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അതായത് കേരളത്തിന്റെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിച്ച് ഒറ്റയ്ക്ക് നിന്ന്, അതായത് രാജ്യം ഭരിക്കുന്ന BJPക്ക് പോലും കഴിയാത്ത സാഹചര്യമാണ് കേരളത്തിൽ അത്തരം 20 സീറ്റ് എന്നത്. അത് 5 വർഷത്തിനുള്ളിൽ നേടിയെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോഴും പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും. ഞാൻ അതാണ് പറഞ്ഞത്, തമിഴ്നാട്ടിൽ ദ്രാവിഡ മണ്ണാണ്. DMK എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് കണക്കിന് AIDMK. അതിനെ വെട്ടിമാറ്റിക്കൊണ്ട് 2 വർഷമായി പ്രവർത്തനം തുടങ്ങിയ ഒരു പാർട്ടി, ചെറിയ പാർട്ടി, 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ പാർട്ടി, അവിടുത്തെ ഓട്ടോ തൊഴിലാളികളെയും കർഷകരെയും വളരെ സാധാരണക്കാരായിട്ടുള്ള അവിടുത്തെ MLA-മാരെ നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം, വളരെ സാധാരണക്കാരാണ്. അവർക്കൊന്നും വലിയ രാഷ്ട്രീയ പരിചയമുള്ള ആൾക്കാരല്ല. അവരെ മുൻനിർത്തി ഒരു വലിയൊരു ആശയം ജനങ്ങളിലേക്ക് കൊടുത്തപ്പോൾ അവർ തമിഴ്നാട് ജനത അത് ഏറ്റെടുത്തെങ്കിൽ തീർച്ചയായിട്ടും പ്രബുദ്ധ കേരളം വിജയിയെയും ആ പ്രസ്ഥാനത്തെയും ഏറ്റെടുക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട.